നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സീരിയൽ നടിയും റിയാലിറ്റി ഷോ താരവുമായ അനുമോൾ വിവാഹിതയായിരിക്കുകയാണ് ഇപ്പോൾ. തമിഴ്നാട് സ്വദേശിയായ ഭുവനാണ് വരനായിരിക്കുന്നത്. ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹ ചടങ്ങുകൾ. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അനുമോളുടെ വിവാഹം എന്നാണെന്നതിനെ കുറിച്ച് സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചില ചിത്രങ്ങളും താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ബ്രൈഡ് ടു ബിയുടെ ഒരു ട്രഡീഷണൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ കുറച്ചു പേരെങ്കിലും അറിഞ്ഞു കാണും എന്താണ് ചടങ്ങ് നടക്കാൻ പോകുന്നതെന്ന്. അത് ഇന്ന് എന്റെ കല്യാണമാണ്. സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. 5:30ക്കാണ് കല്യാണം. അതിനു മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തണം. പിന്നെ വിവാഹം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന തരത്തിലുള്ള നിരവധി കമന്റുകളും മറ്റും ഞാൻ കണ്ടിരുന്നു. നേരത്തെ പറയാത്ത വിവാഹമാണെന്ന് പെട്ടെന്ന് പറയുന്നതാണ് നല്ലതെന്ന് കുറച്ചു പേർ എന്നോട് പറഞ്ഞിരുന്നു. 90% ആളുകളും മീഡിയ അടക്കം എന്തുകൊണ്ട് വിവാഹകാര്യം നേരത്തെ പറഞ്ഞില്ല എന്നതാണ് ചോദിക്കുന്നത്. കല്യാണം ഇപ്പോൾ അല്ല അടുത്ത വർഷത്തേക്ക് ഉള്ളൂ എന്ന് എന്തിന് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാണ് പറയാതിരുന്നത്. നമ്മുടെ ലൈഫിലെ ബിഗ് ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറഞ്ഞു നടക്കണം എന്ന് എനിക്ക് തോന്നിയില്ല എന്നും അനുമോൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സർപ്രൈസ് ആയിട്ട് വെച്ചത്. അനുമോളുടെ കല്യാണം എന്നാണ് എന്ന് എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കാറുള്ള ഒന്നായിരുന്നു. ഇന്നാണ് ആ ദിവസം. അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്നും അനുമോൾ പറയുന്നുണ്ട്. ഗുരുവായൂരിൽ വെച്ചാണ് കല്യാണം. എല്ലാവരും പ്രാർത്ഥിക്കണം. കല്യാണമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കൊപ്പമുള്ള ഫോട്ടോ ഇടാൻ കാത്തിരിക്കുകയാണ് ഞാനെന്നും അനുമോൾ പറയുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ ഉടനടി വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യാമെന്നും അനുമോൾ കൂട്ടിച്ചേർത്തിരുന്നു. എന്റെ വിവാഹ വീഡിയോ കാണുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമുള്ള കാര്യമാകുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വധുവായി ഒരുങ്ങി വന്ന് കഴിയുമ്പോൾ ഒരു സൂപ്പർ എന്നൊക്കെ ഭുവൻ പറയുമെന്ന് ഞാൻ കരുതും. പക്ഷേ എന്തൊക്കെ കൊടുത്തുപോലും അത് പറയുവാൻ പോകുന്നില്ല. നല്ല ഇർക്ക് എന്ന് മാത്രമേ പറയൂ എന്നായിരുന്നു അനു താലികെട്ടിന് മുൻപ് ഒരുങ്ങുന്നതിന് മുൻപായി ബ്ലോഗിലൂടെ പറഞ്ഞത്. പിന്നീട് താലികെട്ടിന് ശേഷം തിരികെ എത്തിയാണ് വരനെ പ്രേക്ഷകർക്ക് മുന്നിൽ അനുമോൾ പരിചയപ്പെടുത്തിയത്. പേര് മാത്രമാണ് വരൻ പറഞ്ഞത്. അധികം സംസാരിക്കാത്ത ആളാണ് എന്നാണ് അനുമോൾ പങ്കാളിയെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെയായി നിൽക്കുകയാണ്. വരന്റെ പേര് ഭുവനേഷ് എന്നാണ്. പോകെ പോകെ കുറെ വിശേഷങ്ങൾ ഞാൻ പറയാം. അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ കണ്ടുമുട്ടി, തമിഴും മലയാളവും എങ്ങനെ ഒരുമിച്ചു, തീരുമാനം ഇങ്ങനെ വരാൻ കാരണം എന്താണ്, എല്ലാം വഴിയെ പറയാം. ഞാൻ ഹാപ്പിയാണ്. വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡെസ്റ്റിനേഷൻ വെഡിങ് ഉണ്ട്. അതിന്റെ വീഡിയോകളും ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നും അനുമോൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. എന്നെ ഇഷ്ടമല്ലാത്തവർ ഓരോന്നും എഴുതി ഇടുന്നുണ്ടാകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല എന്നതിൽ ഒന്നും വിചാരിക്കരുത് എന്നും അനുമോൾ പറയുന്നുണ്ട്. അനു പാവം കുട്ടിയാണ്, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും. ഭുവനേഷിന്റെ ഭാഗ്യമാണ് അനുമോൾ എന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ച ഏറെയും കമന്റുകൾ. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. നടനും എംപിയുമായ സുരേഷ് ഗോപിയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. ഗുരുവായൂരിൽ വിവാഹത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തത് സുരേഷ് ഗോപിയായിരുന്നു. ഒരു സഹോദരനെ പോലെ നവദമ്പതികളെ അനുഗ്രഹിച്ച ശേഷം കൈപിടിച്ച് ചേർത്ത് നിർത്തിയതിനു ശേഷമാണ് സുരേഷ് ഗോപി അവിടെ നിന്നും മടങ്ങിപ്പോയത്. വിവാഹ ചിത്രങ്ങൾ അനുമോൾ തന്നെ തന്റെ അക്കൗണ്ടുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിവാഹിതരായി, എന്റെ കല്യാണം കഴിഞ്ഞു എന്നീ ക്യാപ്ഷനോടെയാണ് വിവാഹ വീഡിയോയും അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഒരു പുതിയ തുടക്കത്തിന്റെ ആഘോഷം എന്ന പേരിൽ അനുമോൾ ഇന്നലെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ആരാണ് അനുമോൾ ഇത്രയും സ്നേഹിക്കുന്ന അനുമോളുടെ ചെക്കൻ എന്ന് സോഷ്യൽ മീഡിയയും തിരഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അനുമോളുടെ ചെക്കൻ സുന്ദരനാണ് എന്ന് ഷിയാസ് കരീം പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഭുവനിൽ ആദ്യം ആളുകളെ ആകർഷിച്ചത് ആ സ്റ്റൈലും ലുക്കും തന്നെയാണ്. വിവാഹ ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമന്റുകളും ചുള്ളൻ ചെക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഭുവനേശ്വർ രാജേന്ദ്രൻ എന്നാണ് വരന്റെ മുഴുവൻ പേരും. നടനും മോഡലുമാണ് എന്ന് ഇൻസ്റ്റഗ്രാം ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ചെന്നൈയിലെ പ്രമുഖ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ഭുവനേഷ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ 2019 മുതൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ഭുവന് 1.39 ലക്ഷം ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത്.
അതേസമയം ഭുവൻ ആരെയും തന്നെ ഫോളോ ചെയ്യുന്നുമില്ല. മോഡലിംഗ്, ആക്ടിംഗ്, ഫാഷൻ, ട്രാവൽ, ലൈഫ് സ്റ്റൈല്, ഫിറ്റ്നസ്, കണ്ടന്റ് ക്രിയേഷൻ എന്നീ മേഖലകളിലാണ് ഭുവന് താല്പര്യം. റീല് വീഡിയോകളിലൂടെയാണ് ഭുവൻ കൂടുതലും പരിചിതനാവുന്നത്. അനുവിന്റെയും ഭുവന്റെയും പ്രണയ വിവാഹമാണോ എന്നത് വ്യക്തതയല്ല. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ നല്ലത് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി എല്ലാ വിശേഷങ്ങളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കും എന്നാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. വെറുക്കുന്നവർക്ക് എന്റെ വിവരങ്ങൾ നേരത്തെ കിട്ടേണ്ട എന്ന് കരുതിയാണ് കല്യാണത്തെക്കുറിച്ചോ വരനെക്കുറിച്ചോ ഒന്നും വെളിപ്പെടുത്താത്തത് എന്നും അനുമോൾ പറയുന്നുണ്ട്. ടെലിവിഷൻ ഷോകളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതയായ അനുമോള് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 7 ജേതാവാകുകയും ചെയ്തിരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും പാടാത്ത പൈങ്കളി അടക്കമുള്ള സീരിയലുകളിലും വേഷമിട്ട താരം മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് 30-കാരിയായ അനുമോള്. ആര്യനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനശേഷം കേരള സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട്.